ചൈനയിലെ ഒരു പഴയ പഴഞ്ചൊല്ലുണ്ട്, ഒരു വളഞ്ഞ മരത്തിന്റെ കഥ. ഓരോ വർഷം മഴപ്പണിക്കാർ ഒരു കാട്ടിലേക്ക് വന്ന് ഏറ്റവും ഉയരമുള്ളതും ബലമുള്ളതും നേരെ വളരുന്നതുമായ മരങ്ങളെ അവർ തിരഞ്ഞെടുക്കുന്നു. ഓരോന്നോരോന്നായി അവർ മുറിച്ചു മാറ്റി വീടുകളും ഫേർണിച്ചറുകളും കപ്പലുകളുമാക്കുന്നു. പക്ഷേ ആ വളഞ്ഞ മരം മാത്രം അവിടെ തന്നെ നിന്നു. അതിന്റെ തടി വളഞ്ഞതായിരുന്നു, ശാഖകൾക്ക് ഭംഗിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അതിനെ വേണ്ട. വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കടന്നുപോയി. നേരെ വളർന്ന എല്ലാ മരങ്ങളും അപ്രത്യക്ഷമായി. എന്നാൽ ആ വളഞ്ഞ മരം മാത്രം കാലങ്ങൾ മാറുന്നത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാനും ആ നേരായ മരത്തെ പോലെയല്ലേ? കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ, കൂടുതൽ സക്സസ്ഫുൾ ആകാൻ, കൂടുതൽ അവൈലബിൾ ആകാൻ, കൂടുതൽ പെർഫെക്റ്റ് ആവാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ വേർത്തിനെ എങ്ങനെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകാം എന്നതിൽ അളക്കുന്നു. പക്ഷേ ആ പ്രോസസ്സിനിടയിൽ എങ്ങനെ സിംപ്ലി ജീവിക്കാമെന്ന് മറന്നുപോകുന്നു. ഒരു പക്ഷേ മോസ്റ്റ് ടോക്സിക് പേഴ്സണാലിറ്റി എന്നത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നവരല്ല, ഓരോ ദിവസവും സ്വയം വേദനിക്കുന്നവരാകാം. വിശ്രമിച്ചാലും ഗിൽട്ടി ആകുന്ന മനസ്സ്, ഇന്നിൽ ജീവിക്കുമ്പോഴും നാളെയെ പറ്റി മാത്രം ചിന്തിക്കുന്ന മനസ്സ്, ജീവിതം തുടങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്ന മനസ്സ്. ഇത് ഫെമിലിയർ ആയി തോന്നുന്നുണ്ടോ? എങ്കിൽ ഞാൻ പറഞ്ഞത് വളഞ്ഞ ആ മരത്തെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. ദ എഡിക്ഷൻ. എല്ലാ രാവിലെകളും സെയിം രീതിയിൽ തുടങ്ങുന്നു. നമ്മുടെ കാൽപാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുന്നതിന് മുൻപ് തന്നെ വിരലുകൾ ഫോണുകളിലേക്ക് എത്തുന്നു. മെസ്സേജ്, ഇമെയിൽ, ന്യൂസ്, ആരുടെയോ സക്സസ്, ആരുടെയോ പ്രോബ്ലംസ്. നാം പോലും റിയലൈസ് ചെയ്യാതെ ബോഡി എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ബ്രെയിൻ ഓടാൻ തുടങ്ങും. ഇത് റെസ്പോൺസിബിൾ ആകുന്നതാണോ അതോ എഡിക്ഷൻ ആണോ? ഫോർ ബീയിങ് ബിസി. ഒരു ഓൾഡ് സേയിങ് പറയുന്നത് പോലെ, എ റിവർ ദാറ്റ് നെവർ സ്റ്റോപ്പ് ഫ്ലോയിങ് ഇവഞ്ച്വലി ലോസസ് ഇറ്റ്സ് ക്ലാരിറ്റി. നമ്മുടെ മൈൻഡും ആ റിവർ പോലെയല്ലേ, ഓൾവേസ് മൂവിങ്, നെവർ സെറ്റിലിംഗ്. നമ്മെ കാണാൻ പോലുമുള്ള ക്ലാരിറ്റി ഇല്ല. നാം അനുഭവിക്കുന്ന എക്സോഷൻ ഹാർഡ് വർക്കിൽ നിന്നും മാത്രം ഉണ്ടാവുന്നതല്ല. ബ്രെയിൻ ഈസ് ടയേർഡ് ബിക്കോസ് ഇറ്റ് ഈസ് നെവർ ഗെറ്റ് ടു ഫിനിഷ് വൺ തോട്ട് ബിഫോർ അനദർ ബിഗിൻസ്. ഒരു ടാസ്ക് 5 ആകുന്നു, ഒരു നോട്ടിഫിക്കേഷൻ 20 ആകുന്നു, ഒരു സങ്കടം 100 ഇമാജിനറി പ്രോബ്ലത്തിലേക്ക് വഴിമാറുന്നു. Our mind become a room where every light is switched on and none of them are turned off. നാം നാളെ വരാനിരിക്കുന്ന സങ്കടങ്ങളെ ഇന്ന് കടമെടുത്ത് അവ അനുഭവിക്കുന്നു. ഒരിക്കലും നടക്കാത്ത സംഭാഷണങ്ങൾ ഇമാജിൻ ചെയ്യുന്നു. ഫെയിലിയർ ദാറ്റ് നെവർ കം. ഇന്ന് എക്സിസ്റ്റ് ചെയ്യാത്ത പ്രോബ്ലംസ്. പക്ഷെ ബ്രെയിന് ഇത്തരം ഡിഫറൻസസ് മനസ്സിലാവുകയില്ല. ഇമാജിനറി ആൻഡ് റിയൽ ഡേഞ്ചർ അവയ്ക്ക് സിമിലർ ആണ്. ബ്രെയിൻ അൺഫിനിഷ്ഡ് തിങ്സ് ഹെയ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അൺആൻസർ മെസ്സേജസും ഇൻകംപ്ലീറ്റ് ടാസ്കുകളും നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ബ്രെയിൻ നിന്നെ ടോർച്ചർ ചെയ്യുകയല്ല, മറിച്ചവ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ റൈറ്റ് ഇറ്റ് ഡൗൺ. ഒരു ജേർണൽ നിന്റെ ബ്രെയിനോട് പറയും, യു ഡോണ്ട് ഹാവ് ടു ക്യാരി ദിസ് എനിമോർ, ഐ വിൽ റിമെമ്പർ ഇറ്റ് ഫോർ യു. ഒരു പീസ്ഫുൾ മൈൻഡ് ഫ്യൂവർ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്നതല്ല, ഏതിനാണ് ഇന്ന് അറ്റൻഷൻ ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് വഴി ഉണ്ടാവുന്നതാണ്. റെസ്റ്റിംഗ് ദ റോങ് വേ. എല്ലാ സൺഡേയും ഒന്നും ചെയ്യാതെ സ്ലീപ്പ്, വാച്ച് നെറ്റ്ഫ്ലിക്സ്, സ്ക്രോൾ ത്രൂ ഇൻസ്റ്റഗ്രാം. മൺഡേ വന്നാൽ പിന്നെയും എക്സോഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിന്റെ ബോഡിക്ക് റെസ്റ്റ് ചെയ്തു, പക്ഷേ എന്തുകൊണ്ട് മൈൻഡിന് റെസ്റ്റ് കിട്ടിയില്ല? യു കാൻ കാം ദ ഓഷൻ ബൈ ഫൈറ്റിംഗ് ദ വേവ്സ്. സെയിം വേ ഞാൻ മെന്റൽ എക്സോഷൻ ഫിസിക്കൽ റെസ്റ്റിലൂടെ മാറ്റാൻ ശ്രമിക്കുന്നു. ഡോക്ടർ സോൺട്ര സീസ് അബൌട്ട് 7 കൈൻഡ് ഓഫ് റെസ്റ്റ്. നിന്റെ വീട്ടിൽ 7 റൂമുണ്ട്. ഒരു റൂം ക്ലീൻ ആണെങ്കിൽ വീട് മൊത്തത്തിൽ ക്ലീൻ ആണ്. 8 മണിക്കൂർ ഉറങ്ങിയാലും ഇമോഷണൽ എക്സോസ്റ്റഡ് ആണെങ്കിൽ നിന്റെ മൈൻഡ് ടയേർഡ് ആയിരിക്കും. അവിടെ നിനക്ക് സ്ലീപ്പ് അല്ല ആവശ്യം, മെന്റൽ റെസ്റ്റ് ആണ്. കോൺസ്റ്റന്റ് തിങ്കിങ്ങിൽ നിന്നുമുള്ള റെസ്റ്റ്. സെൻസറി റെസ്റ്റ്, സ്ക്രീൻ, നോയ്സ്, നോട്ടിഫിക്കേഷൻ എന്നിവയിൽ നിന്നുമുള്ള റെസ്റ്റ്. ക്രിയേറ്റീവ് റെസ്റ്റ്, സൺസെറ്റ് കാണാം, മഴ കാണാം, നേച്ചറിലൂടെ നടക്കാം. ഇമോഷണൽ റെസ്റ്റ്, നീ ഓക്കെ ആണെന്ന് കാണിക്കാതെ ഒരു ഹോണസ്റ്റ് കോൺവേഴ്സേഷനിൽ ഏർപ്പെടാം. ചിലപ്പോൾ നിന്റെ സോൾ ആവശ്യപ്പെടുന്നത് സിംപ്ലി സൈലൻസ് മാത്രമാകാം. നമ്മുടെ ബ്രെയിന് തെറ്റായ മെഡിസിൻ നൽകുന്നത് കൊണ്ടാകാം നമ്മൾ എംപ്റ്റി ആയി ഫീൽ ചെയ്യുന്നത്. ഇന്ന് ഞാൻ എത്ര മണിക്കൂർ ഉറങ്ങിയെന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ എന്ത് റെസ്റ്റാണ് എന്നിൽ നിന്നും ഡിനേ ചെയ്തത് എന്ന് ചോദിക്കാം. Because healing does not always begin with closing your eyes. Sometimes it is begin with finally listening to what your mind has been quietly asking for all along.
ദ ഡേ യു സ്റ്റോപ്ഡ് സീയിങ് ലൈഫ്. നീ കുഞ്ഞായിരുന്നപ്പോൾ സമയം പതിയെ സഞ്ചരിച്ചിരുന്നു. ഒരു സമ്മർ വെക്കേഷൻ ഫെൽറ്റ് ലൈക്ക് ലൈഫ് ടൈം. വെയിറ്റിംഗ് ഫോർ യുവർ ബർത്ത്ഡേ ഫെൽറ്റ് ഇംപോസിബിൾ. ഒരു റെയിനി ആഫ്റ്റർനൂൺ മെമ്മറി ആയിരുന്നു. പക്ഷെ ഇന്ന് നോട്ടീസ് പോലും ചെയ്യാതെ ഒരു വർഷം കടന്നു പോകും. ജാനുവരി ഡിസംബർ ആകുന്നു, മൺഡേ ഫ്രൈഡേ ആകുന്നു, ആൻഡ് സംഹൗ അനദർ ഇയർ ഈസ് ഗോൺ. എന്താണ് ഇവിടെ ചേഞ്ച് ചെയ്തത്? ടൈം ഫാസ്റ്റ് ആയതാണോ അതോ നമ്മളുടെ അറ്റൻഷൻ കൊടുക്കുന്നത് കുറഞ്ഞതാണ്? വെൻ വാക്കിംഗ് വാക്സ്, വെൻ ഈറ്റിംഗ് ഈറ്റ്സ്. ഇന്ന് നാം സ്ക്രോൾ ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കുന്നു, ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു, റിപ്ലൈ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ കേൾക്കുന്നു. ഫിസിക്കലി പ്രസന്റ് ആണെങ്കിലും മെന്റലി മറ്റെവിടെയോ ആണ്. ആൻഡ് ബ്രെയിൻ റിമെമ്പേഴ്സ് വാട്ട് ഇറ്റ് ട്രൂലി നോട്ടീസ്. ബ്രെയിൻ ടൈമിനെ ക്ലോക്ക് കൊണ്ടല്ല മറിച്ച് മെമ്മറി കൊണ്ടാണ് അളക്കുന്നത്. നീ എത്ര പുതിയ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അത്രയും റിച്ച് മെമ്മറീസ് നിനക്കുണ്ടാകും. ആൻഡ് ദ ലോങ് ലൈഫ് ഇറ്റ് ഫീൽസ്. പക്ഷെ എല്ലാ ദിവസവും സെയിം ആയാൽ ബ്രെയിൻ അതിനെ കംപ്രസ് ചെയ്യും. അതിനാലാണ് റുട്ടീൻ വർഷങ്ങളെ അപ്രത്യക്ഷമാക്കുന്നത്. കാരണം ബ്രെയിൻ ഹാസ് നത്തിങ് ന്യൂ ടു റിമെമ്പർ. മിക്കവരും സെയിം ഡേയിലാണ് ജീവിക്കുന്നത്, ഡിഫറെന്റ് ഡ്രസ് ഇടുന്നു എന്ന് മാത്രം. ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് ആസ്കിങ് us to do more. Sometimes it is asking us to notice more. ഒരു ദിവസം you don't wish for more years. You will wish for you had truly lived the one you already had. The mask you forgot to remove. Shakespeare quote says, all the world is a stage and all the men and women merely players. ലൈഫിൽ നാം മറന്നിരിക്കുന്നു എവിടെയാണ് പെർഫോമൻസ് തീരുന്നതെന്നും എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടതെന്നും. നിന്റെ ഒരു ദിവസം കൺസിഡർ ചെയ്യാം. വർക്കിൽ നീ പ്രൊഫഷണൽ ആവണം, വീട്ടിൽ റെസ്പോൺസിബിൾ ആവണം, ഫ്രണ്ട്സിന്റെ ഇടയിൽ ചിയർഫുൾ ആവണം, സോഷ്യൽ മീഡിയയിൽ സക്സസ്ഫുൾ ആവണം. പതിയെ പതിയെ പല മുഖംമൂടികളും നമ്മൾ ധരിക്കുന്നു. അതിൻ്റെ അടിയിൽ എന്താണ് ഉള്ളത് എന്ന് മറന്നു പോകുന്നു. പേഴ്സോണ. It is the version of ourselves we create so that the world will accept us. പക്ഷെ പ്രോബ്ലം ആ വേർഷനെ നീ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. And stop asking who am I when nobody is watching. എന്തെങ്കിലും ചിരി വരാതെ നീ ചിരിച്ചിട്ടുണ്ടോ? നീ ഓക്കെ അല്ല എന്നിട്ടും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നീയും അത് എൻജോയ് ചെയ്യുന്നത് പോലെ അഭിനയിച്ചിട്ടുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടാകും. അതവർ ഡിസോണസ്റ്റ് ആയതുകൊണ്ടാവില്ല, ആളുകൾ അവരെ റിയൽ സെൽഫ് കണ്ടാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന പേടി കൊണ്ടാവും. ദ ലയൺ ഡസ് നോട്ട് ഹാവ് ടു ടെൽ ദ ജംഗിൾ ഇറ്റ് ഈസ് എ ലയൺ. നേച്ചറിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആനിമൽ അവരെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ദേ സിംപ്ലി എക്സിസ്റ്റ്. ചിലപ്പോൾ അതാവാം നാം ടയേർഡ് ആകുന്നത്. കാരണം പ്രിറ്റൻഡ് ചെയ്യാൻ നാം ആയിരിക്കുന്നതിനേക്കാൾ എനർജി ആവശ്യമാണ്. Peace does not always come from becoming someone new. Sometimes it is come from finally meeting the person you have been hiding all along. Life is not waiting for you on the other side of the success. Life നിന്റെ നെക്സ്റ്റ് പെർഫോമൻസിലോ നെക്സ്റ്റ് അച്ചീവ്മെന്റ്സിലോ നിന്റെ ടു ഡു ലിസ്റ്റ് എംപ്റ്റി ആവുമ്പോഴോ ഉണ്ടാവുന്നതല്ല. കാരണം ദാറ്റ് ഡേ നെവർ കംസ്. ലൈഫ് ക്വൈറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. ഡെഡ് ലൈനിനിടയിലും വെറീസിനിടയിലും നിന്റെ ഇഷ്ടപ്പെട്ടവരുടെ ഓരോ ചിരിയിനിടയിലും മഴയ്ക്ക് ശേഷമുള്ള ശാന്തതയിലും നീ ബിസി ആയതുകൊണ്ട് മാത്രം കാണാതിരുന്ന ആ സൺസെറ്റിലൂടെയും ലൈഫ് കടന്നു പോകുന്നു. ഒരു ദിവസം അത്തരം ഓർഡിനറി മൊമെന്റ്സ് എക്സ്ട്രാ ഓർഡിനറി മെമ്മറീസ് ആയി മാറും. സോ ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം ടു സ്റ്റാർട്ട് ലിവിംഗ്. സ്റ്റാർട്ട് നോട്ടീസിംഗ് ടുഡേ. The best time to plant a tree was 20 years ago. The second best time is now. Share this video to your friends and family. Comment നീ ഡെയിലി ഫോളോ ചെയ്യുന്ന ഏത് ഹാബിറ്റാണ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. A healthy brain is not the one that never struggles. It is the one that remembers how to come back home itself.